ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോൾ നമുക്കറിയാം സാധാരണ മരണം നമുക്കത്ര പ്രയാസം ഉണ്ടാക്കില്ല. മരണം കുറച്ച് കാലം കഴിയുമ്പോൾ അത് പോകും. പക്ഷേ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത്, അതുപോലെ എൻ്റെ നാട്ടിൽ എന്നെ ചേർന്ന് നിന്ന ഒരാൾ, എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തിൻ്റെ മകൻ, അങ്ങനെ നിരവധി മരണങ്ങൾ അടുത്ത കാലത്തായി. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നമുക്കൊന്നും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ, നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിച്ചില്ലല്ലോ എന്ന വിഷമം നമുക്കുണ്ട്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത് ആരോടെങ്കിലും അവർ പങ്കുവെക്കുമെന്നാണ്. അവരുടെ മരണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനകൾ നൽകാതെ. ചില ആളുകൾ FB പോസ്റ്റൊക്കെ നമ്മൾ വായിക്കാറില്ലേ മരണശേഷം, പലരും നമ്മൾ നോക്കാം അവരെന്തെങ്കിലും ഒരു കുറിപ്പുണ്ടോ, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും ഒരു സൂചന നൽകും. പലപ്പോഴും ചില ആളുകൾ വിഷമങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ 1-2 ദീനാർ ഒരാൾക്ക് വേണ്ടി സഹായിക്കാൻ നമുക്ക് പ്രയാസമില്ല, എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ തൻ്റെ ഒരു കൂട്ടുകാരന് വേണ്ടി സമയം ചെലവഴിക്കുക, അവൻ്റെ കൂടെ പോവുക, അവൻ്റെ ഒരു ബുദ്ധിമുട്ടിന് പ്രയാസത്തിന് ഇറങ്ങി അവൻ്റെ കൂടെ പോവുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ദീനിൽ വലിയ പ്രതിഫലമുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ, മസ്ജിദുൻ നബവിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് ഒരാൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കാറുണ്ട്. സാമ്പത്തികമായി നമുക്കറിയാം, അങ്ങനെയുള്ള ചിന്ത വരുന്ന ആളുകൾ, വിഷമമുള്ള ആളുകൾ, നമ്മൾ കൂടുതൽ പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാൻ തയ്യാറാണ്. കാരണം നമ്മുടെ മുമ്പുള്ള ആളുകൾ പ്രയാസപ്പെട്ടത്ര പ്രയാസം നമുക്കില്ല. നമ്മുടെ മുമ്പുള്ള ആളുകൾ അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും നമ്മളിൽ നിന്ന് സഹിക്കേണ്ട, നമുക്കിന്ന് എളുപ്പമാണ്. ഒരുപാട് പ്രയാസത്തിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ മുൻകാല ആളുകളുടെ ചരിത്രങ്ങൾ വായിക്കുകയും പഠിക്കുകയും പ്രയാസങ്ങൾ അനുഭവിച്ചവരുടെ കുറിച്ച് പ്രയാസങ്ങൾ പഠിക്കുകയും വായിക്കുകയൊക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിലൂടെ എന്താ ലാഭം? നമുക്ക് നമ്മുടെ പ്രയാസം ചെറുതായി, വളരെ നിസ്സാരമായി തോന്നാൻ അത് കാരണമാകും. എന്തുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ചരിത്രങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ചില സഹാബികമാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളൊക്കെ നിസ്സാരമാണ്. ഇപ്പോൾ ഒരു പിതാവ് മരിച്ച, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ മരിച്ച, അല്ലെങ്കിൽ ഒരു മകൻ മരിച്ച ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ അത് മരിച്ച ആളുകൾക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു മകൻ, എൻ്റെ ഒരു പിതാവ് അങ്ങനെയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരാൾ വിഷമം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെല്ലാമുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അതുപോലെ നമ്മൾ വിഷമങ്ങൾ പറയുമ്പോഴും നമ്മൾ ആളെ തിരഞ്ഞെടുത്ത് നോക്കുക, ആരോടാ പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് മനസ്സിലാക്കുക. അതുപോലെ അഗാധമായി നമ്മൾ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക. സാമ്പത്തികമായി വലിയ ഇടപാടുകൾ, വലിയ പ്രശ്നങ്ങൾ വന്ന് വീഴാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക, മുൻകരുതലുകൾ എടുക്കുക.